മലയാള സിനിമയിൽ പുത്തൻ ശബ്ദമായി മാറിയ യുവ സംഗീത സംവിധായകനാണ് ക്രിസ്റ്റോ സേവ്യർ. 2023 സുധീഷ് ഗോപിനാഥ് സംവിധാനം ചെയ്ത മദനോത്സവം എന്ന ചിത്രത്തിലാണ് ക്രിസ്റ്റോ ആദ്യമായി സംഗീത സംവിധാനം നിർവഹിക്കുന്നത്. പിന്നീട് അതേ വർഷം തന്നെ അരുൺ ഡി ജോസ് സംവിധാനം ചെയ്ത 18+ എന്ന ചിത്രത്തിലും ക്രിസ്റ്റോ തന്നെയാണ് സംഗീതം ഒരുക്കിയത്. രാഹുൽ സദാശിവൻ സംവിധാനം ചെയ്ത മമ്മൂട്ടി ചിത്രമായ ബ്രഹ്മയുഗത്തിലൂടെയാണ് ക്രിസ്റ്റോ സേവ്യർ ശ്രദ്ധ നേടുന്നത്. കുഞ്ചമൻ പോറ്റിയുടെയും ചാത്തന്റെയും മനയുടെ നിഗൂഢതയും ഭീതിയും പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ട് ഈ യുവ സംഗീത സംവിധായകൻ പ്രേക്ഷകരുടെ മനസ്സിലേക്ക് ചേക്കേറി എന്ന് തന്നെ പറയാം. 17ാം നൂറ്റാണ്ടിന്റെ പശ്ചാത്തലത്തിലാണ് ബ്രഹ്മയുഗത്തിന്റെ കഥ എന്നതിനാൽ സിനിമയുടെ സംഗീതത്തിലും കാലഘട്ടത്തെ പുനർനിർമ്മിക്കുന്നതിന് വെല്ലുവിളിയായിരുന്നു. എന്നാൽ ക്രിസ്റ്റോ അത് അനായാസം ചെയ്തു വിജയിച്ചു എന്ന് പറയാം. അതിനുവേണ്ടി സ്വന്തമായി ഒരു ഉപകരണം വരെ ക്രിസ്റ്റോ ഉണ്ടാക്കിയെടുത്തു. ഒരു പ്ലാസ്റ്റിക് ബക്കറ്റിലും ടിൻ ഓയിൽ പാത്രത്തിലും ഗിറ്റാറിന്റെ ഒരു സ്ട്രിങ് ഉപയോഗിച്ച് ഒരു ശബ്ദ സംവിധാനം ഉണ്ടാക്കിയായിരുന്നു ചിത്രത്തിൽ മമ്മൂട്ടിയുടെ ഇൻട്രോ സീനിൽ ഉൾപ്പെടെയുള്ള ആ സ്കോർ ഉണ്ടാക്കിയെടുത്തത്. കൂടാതെ ചിത്രത്തിലെ പാണൻ ആലപിക്കുന്ന ഗാനം ആലപിച്ചതും ക്രിസ്റ്റോ സേവ്യർ തന്നെയാണ്. മോണോക്രോമാറ്റിക് സിനിമ അനുഭവം സമ്മാനിച്ച ചിത്രത്തിലെ ഓരോ രംഗങ്ങളും സിനിമയുടെ തീവ്രത ഉയർത്തുന്ന തരത്തിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ക്രിസ്റ്റോയുടേത്. കഥാഗതിക്ക് ആഴവും വികാരവും പകരുന്ന എന്നാൽ വ്യത്യസ്തമെന്ന് തോന്നിക്കുന്ന ചിത്രത്തിലെ ഗാനങ്ങളും മികച്ചതായിരുന്നു. കേൾക്കാൻ ഇമ്പമുള്ളതും പ്രേക്ഷകർക്കിടയിൽ ജനപ്രിയമായതുമാണ് ഗിരീഷ് പുത്തഞ്ചേരിയുടെ മകൻ ദിൻനാഥ് എഴുതിയ പാട്ടുകളെല്ലാം. കൂടാതെ ദി ബിഗിനിങ്, ദി ഏജ് ഓഫ് മാഡ്നസ് എന്നിവ ക്ലാസിക്കൽ സംഗീതവുമായി കൂടിച്ചേർന്ന ഇലക്ട്രോണിക് ട്രാക്കുകളായിരുന്നു. 50 കോടിക്ക് മുകളിൽ ചിത്രം കളക്ഷൻ നേടി. ചിത്രത്തിലെ വ്യത്യസ്തമായ ട്രാക്കുകൾക്ക് നിരൂപക പ്രശംസയും ക്രിസ്റ്റോ സേവ്യറിന് ലഭിച്ചിരുന്നു. അതിനുശേഷം ക്രിസ്റ്റോ എത്തിയത് തികച്ചും വ്യത്യസ്തമായ ഒരു ചിത്രത്തിലായിരുന്നു. വീണ്ടും മമ്മൂക്കയോടൊപ്പം ടർബോയിൽ. വൈശാഖ് സംവിധാനം ചെയ്ത ചിത്രം മമ്മൂട്ടി കമ്പനിയായിരുന്നു നിർമ്മിച്ചത്. അടിയോടടി പടം. ചിത്രത്തിൽ ഏറെ ശ്രദ്ധ ആകർഷിച്ചത് നടൻ അർജുൻ അശോകൻ ആലപിച്ച മാർഗംകളിയുടെ പശ്ചാത്തലത്തിൽ ഒരുക്കിയ ട്രാക്കായിരുന്നു. സിനിമയുടെ വേഗതയേറിയതും ഊർജ്ജസ്വലവുമായ സ്വഭാവത്തെ പൂർണ്ണമായും പകർത്തുന്ന സംഗീതം. എടുത്തു പറയേണ്ടത് ചേസിംഗ് സീനിലെ ഫാസ്റ്റ് ട്രാക്ക് ആയിരുന്നു. ആക്ഷൻ രംഗങ്ങൾക്ക് ആവേശവും ഊർജവും പകരുന്ന ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു ടർബോയിൽ ക്രിസ്റ്റോ ഒരുക്കിയത്. ചിത്രം സൂപ്പർ ഹിറ്റ് തന്നെ. സുഷിൻ ശ്യാമിന്റെ അസിസ്റ്റന്റ് ആയി സിനിമാ രംഗത്തെത്തിയ ക്രിസ്റ്റോ ഇപ്പോൾ സുഷിനെ പോലെ തന്നെ ഒരു ഹിറ്റ് ബ്രാൻഡായി മാറിയിരിക്കുകയാണ്. 2024 4 ചിത്രങ്ങളാണ് ക്രിസ്റ്റോയുടേതായി പുറത്തിറങ്ങിയത്. 4ഉം സൂപ്പർ ഹിറ്റുകൾ. കൂടാതെ ക്രിസ്റ്റോ മലയാളത്തിൽ നിന്നും തമിഴിലേക്ക് അരങ്ങേറ്റം കുറിച്ചിരിക്കുകയുമാണ്. ഇപ്പോൾ സൂക്ഷ്മദർശിനി, സ്വർഗവാസൽ വരെ എത്തി നിൽക്കുന്ന ക്രിസ്റ്റോയുടെ സംഗീത യാത്രയിൽ ചെയ്ത ചിത്രങ്ങളെല്ലാം തന്നെ ഒന്നിനൊന്നൊരു ഹിറ്റ്. മലയാളത്തിൽ MC ജിതിൻ സംവിധാനം ചെയ്ത നസ്രിയ ബേസിൽ കോംബോയിലെത്തിയ സൂക്ഷ്മദർശിനിയും സിദ്ധാർത്ഥ് വിശ്വനാഥ് സംവിധാനം ചെയ്ത RJ ബാലാജി, സെൽവരാഘവൻ എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി എത്തിയ സ്വർഗവാസൽ എന്നിവയാണ് ക്രിസ്റ്റോയുടെ പുതിയ ചിത്രങ്ങൾ. പേര് പോലെ തന്നെ ഒരുപാട് കൗതുകം നിലനിർത്തുന്ന വളരെ എന്റർടൈനിങ് ആയ ത്രില്ലർ ചിത്രമാണ് സൂക്ഷ്മദർശിനി. സിനിമയുടെ അസാധാരണവും സർഗാത്മകവുമായ ലോകത്തെ പ്രതിഫലിക്കുന്ന അത്ഭുതകരവും എന്നാൽ രഹസ്യങ്ങൾ നിലനിർത്തുന്നതുമായ ട്രാക്കുകളാണ് ക്രിസ്റ്റോ സൂക്ഷ്മദർശിനി നൽകിയിരിക്കുന്നത്. ഒരു ഹാരി പോട്ടർ അല്ലെങ്കിൽ മാജിക്, ഫാന്റസി എന്നിവ മിക്സ് ചെയ്ത് വളരെ വ്യത്യസ്തമായ എന്നാൽ മലയാള സിനിമയിൽ ഇതുവരെ പരീക്ഷിക്കാത്ത പശ്ചാത്തല സംഗീതമാണ് ചിത്രത്തിലുള്ളത്. ചിത്രത്തിലെ ഓരോ സീനുകളുമായി വളരെ ബ്ലെൻഡായി പോകുന്ന സംഗീതം എന്ന് തന്നെ പറയാം. ചിത്രത്തിൽ പ്രമോ ആയി ഇറക്കിയ ദുരൂഹ മന്ദഹാസം എന്ന ഗാനം സോഷ്യൽ മീഡിയയിൽ വളരെ ഹിറ്റായിരുന്നു. മദ്രാസ് സെൻട്രൽ ജയിലിൽ പണ്ട് നടന്ന ഒരു യഥാർത്ഥ സംഭവങ്ങളെ അടിസ്ഥാനമാക്കിയെടുത്ത ചിത്രമാണ് സ്വർഗവാസൽ. ചിത്രത്തിന്റെ ടീസർ മുതൽ ഗംഭീര അഭിപ്രായങ്ങളാണ് ഉണ്ടായിരുന്നത്. ചിത്രത്തിൽ തീവ്രമായ ആക്ഷൻ രംഗങ്ങളിൽ നിന്നും ഹൃദയസ്പർശിയായ വൈകാര നിമിഷങ്ങളിലേക്കും സുഗമമായി മാറുന്ന ക്രിസ്റ്റോയുടെ സംഗീതം എടുത്തു പറയേണ്ടതാണ്. ക്രിസ്റ്റോയുടെ സംഗീതത്തിനൊപ്പം തമിഴ് ഹിറ്റ് സംഗീത സംവിധായകൻ അനിരുദ്ധിന്റെ ശബ്ദവും കൂടി ചേരുമ്പോൾ മികച്ച പ്രതികരണമാണ് എങ്ങു നിന്നും ലഭിക്കുന്നത്. ചിത്രത്തിലെ ഗാനങ്ങൾക്കും മികച്ച അഭിപ്രായമാണ് ലഭിക്കുന്നത്.